അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ പഴയ മൊബൈലിൽ നിന്ന് പുതിയ മൊബൈലിലേക്ക്, ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, നമ്മൾ ഡാറ്റാസ് പോവാണ്ട് വാട്സപ്പിലത്തെ ചാറ്റ്, ഫോട്ടോസ്, വീഡിയോസ് അത് പഴയ മൊബൈലിൽ നിന്നും പുതിയ മൊബൈലിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? അത് ആർക്കെങ്കിലും അറിയും? അറിയാത്തവർ ഈ വീഡിയോ കാണുക. എന്റെ പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലേക്ക് എല്ലാ ഡാറ്റയും ഒന്നും നഷ്ടപ്പെടാനെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം. മെയിൻ ആയിട്ട് എന്റെ വാട്സപ്പിൽ ഒറ്റ ചാറ്റ് നഷ്ടപ്പെടാൻ പാടില്ല. അത് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടല്ലോ. അതിനാണ് മൊബൈൽ ഡേറ്റ ട്രാൻസ്ഫർ എന്നുള്ള ആപ്പ്. ഇത് ഈ രണ്ട് ഫോണിലും ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഈ പുതിയ ഫോൺ വെച്ചിട്ട് പഴയ ഫോണിൽ അതാ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ എല്ലാ ഡേറ്റയും നിന്റെ വാട്സ്ആപ്പ് ചാറ്റിൽ ഉൾപ്പെടെയുള്ള എല്ലാ ഡേറ്റയും ട്രാൻസ്ഫർ ചെയ്ത് വാട്സപ്പിൽ ഒരു ചാറ്റ് മിസ്സാവാൻ പാടില്ല. മിസ്സാവില്ല. ഇതിപ്പോ ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ്, ആൻഡ്രോയിഡ് ടു ഐഫോൺ, ഐഫോൺ ടു ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ്, ഐഫോൺ ടു ഐഫോൺ ഇങ്ങനും പറ്റൂട്ടോ. നമ്മുടെ സാംസങ് മൊബൈലില്ലേ, അത് നമ്മൾ ആപ്സ് കാണുമ്പോൾ പരസ്യം വരും. അത് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ട? ആർക്കെങ്കിലും അറിയോ? അറിയാത്തവർ ഈ വീഡിയോ കാണുന്നു. സോന, ഈ ഫോണില് ആപ്സ് എല്ലാം എടുക്കുമ്പോ ആഡ്സ് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? സാംസങ് ഫോൺ ഇതിന്റെ അകത്ത് ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്യാം. ഇന്റർനെറ്റിൽ 3 ഡോട്ട് ഇല്ലേ, ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ബ്ലോക്കർ വേണ്ടോ? ആഡ് ബ്ലോക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് ആഡ് ബ്ലോക്കർ ഫോർ സാംസങ് ഇന്റർനെറ്റ് അത് ചെയ്യാം. അത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് അടുത്ത ഓപ്ഷൻ കണ്ടോ, ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം മോർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണം കണ്ടോ, ബ്ലോക്ക് അഡീഷണൽ ട്രാക്കിങ്ങും സോഷ്യൽ മീഡിയ ഐക്കൺ ട്രാക്കിംഗ്, അതും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആഡ് വരില്ല സാംസങ് ഫോണില്. പിന്നെ നിനക്ക് യൂട്യൂബ് കാണുമ്പോ ആഡ് വരണില്ലേ, ഈ ഇതിന്റെ അകത്ത് ഇന്റർനെറ്റിൽ കയറിയിട്ട് ഇനി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് യൂട്യൂബ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഹാക്ക് ആവാതിരിക്കാൻ എന്താ ചെയ്യേണ്ട? ആർക്കെങ്കിലും അറിയോ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി, ഇതുപോലെ ചെയ്താൽ മതി. ജുബിന, എന്റെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഹാക്ക് ആവാതിരിക്കാൻ എന്താ വഴി? അതിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി ഇല്ലേ, അതിൽ പോയിട്ട് മെസ്സേജസ് ആൻഡ് സ്റ്റോറി റിപ്ലൈസ്, അതിങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോഴേ സെക്യൂരിറ്റി അലേർട്സ് ഉണ്ട്. ആ സെക്യൂരിറ്റി അലേർട്സില് 2 എണ്ണം ഉണ്ട്. അത് രണ്ടും എനേബിൾ ചെയ്ത് കഴിഞ്ഞാലേ ഇങ്ങനെ ചെയ്താൽ ആരെങ്കിലും ലോഗിൻ ചെയ്തിനോ കണ്ടെത്താൻ പറ്റും.